ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവം വീണ്ടും കേരളത്തിന്റെ സംഘാടന മികവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ദിനമായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തർ ഒരുമിച്ച് കൂടിയ ഇന്നലെ ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ കുടിവെള്ളം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാഴ്ചവെച്ച കൃത്യതയും കാര്യക്ഷമതയും എടുത്തു പറയേണ്ട കാര്യമാണ്. പൈപ്പ് വഴിയുള്ള ജലവിതരണവും ടാങ്കർ ലോറികൾ വഴിയുള്ള സേവനവും ഒട്ടും പരാതികൾക്ക് ഇട നൽകാതെ കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എംഡിയും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ അവലോകന യോഗങ്ങളും ഗ്രൗണ്ട് ലെവൽ നിരീക്ഷണങ്ങളും ഈ നേട്ടത്തിന് അടിത്തറയായി. നഗരത്തിലെ പ്രധാന പൈപ്പ് ലൈനുകൾ വഴിയുള്ള ജലവിതരണം നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇത്തവണ പൈപ്പ് ലൈൻ വിതരണത്തിൽ ഒരിടത്തു നിന്നും പരാതികൾ ഉയർന്നില്ല എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണക്ഷമതയ്ക്ക് തെളിവാണ്. വാട്ടർ അതോറിറ്റിയുടെ വെൻഡിംഗ് പോയിന്റുകളിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും ഫയർഫോഴ്സും ചേർന്ന് ടാങ്കർ ലോറികൾ വിന്യസിച്ചത് മികച്ച ഏകോപനത്തിന്റെ ഉദാഹരണമാണ്. പൊങ്കാല ദിനമായ ഇന്നലെ മാത്രം വിവിധ വിഭാഗങ്ങളിലായി 3,07,500 ലിറ്റർ വെള്ളം ടാങ്കറുകൾ വഴി വിതരണം ചെയ്തു. അതിനു മുൻപ് മാർച്ച് 2-ന് ജലക്ഷാമ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് 228 ടാങ്കറുകളിലായി ഏകദേശം 15 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കി. ദുരന്ത നിവാരണ മോഡലിൽ തന്നെ പ്രവർത്തിച്ച ജലവിതരണ സംവിധാനം വലിയ തിരക്ക് നിയന്ത്രിക്കാൻ സഹായകമായി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ മതാഘോഷങ്ങൾക്കിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചർച്ചയാകുമ്പോൾ കേരളത്തിൽ ഒരു വൻ വിശ്വാസ മഹോത്സവം പരാതികളില്ലാതെ പൂർത്തിയാക്കുന്നത് വികസനപരമായ ഭരണത്തിന്റെ ഉദാഹരണമാണ്. ചിലർക്ക് രാഷ്ട്രീയ വിവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് മുൻഗണനയെങ്കിലും സംസ്ഥാന സർക്കാർ വിശ്വാസത്തെയും ജനക്ഷേമത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിൽ വീണ്ടും മുന്നിട്ട് നിന്നു. സാമൂഹിക ഐക്യവും ഭരണക്ഷമതയും ഒരുമിച്ചാൽ എന്തെല്ലാം സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പൊങ്കാല ദിനം കടന്നുപോയത്. രാപ്പകൽ അധ്വാനിച്ച വാട്ടർ അതോറിറ്റി ജീവനക്കാരെയും മറ്റു വകുപ്പുകളെയും അഭിനന്ദിക്കാതെ വയ്യ. ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത സേവനം കൃത്യമായി നടപ്പാക്കുന്ന സർക്കാരിന്റെ പ്രവർത്തന ശൈലി സർക്കാർ എന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ്.